മലയാള സിനിമയിലെ എക്കാലത്തെയും മാസ് ഹിറ്റുകൾ എടുത്തു നോക്കിയാൽ അതിൽ ഒഴിച്ചുകൂടാനാകാത്തൊരു മുഖമുണ്ട്. ഗാംഭീര്യമുള്ള ശബ്ദവും ആജ്ഞാശക്തിയുള്ള നോട്ടവുമായി സ്ക്രീനിൽ പോലീസ് യൂണിഫോമിലെത്തിയിരുന്ന നമ്മുടെ പ്രിയ നടൻ രാജശേഖരൻ ഇനിയോർമ്മ. 1980കളുടെ തുടക്കത്തിലാണ് രാജശേഖരൻ എന്ന നടൻ മലയാള സിനിമയിലേക്ക് ചുവടുവെക്കുന്നത്. ഗാംഭീര്യമുള്ള ശബ്ദവും സ്ക്രീനിലെ ആകർഷകമായ ശരീരഭാഷയും അദ്ദേഹത്തെ വേഗത്തിൽ തന്നെ സിനിമാ പ്രേമികളുടെ പ്രിയങ്കരനാക്കി മാറ്റി. രാജാവിൻ്റെ മകൻ, സന്ദർഭം, വഴിയോര കാഴ്ചകൾ, മുദ്ര തുടങ്ങി മലയാളത്തിൽ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ താരം വേഷമിട്ടിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ മലയാളത്തിൽ പോലീസ് ഓഫീസർ വേഷങ്ങളെന്ന് കേൾക്കുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന മുഖങ്ങളിൽ ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റേത്. മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റ് മേക്കർ ജോഷി സാറിൻ്റെ സിനിമകളിലെ ഒഴിച്ചുകൂടാനാകാത്തൊരു ഘടകമായിരുന്നു രാജശേഖരൻ. സൂപ്പർ താരചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിലെത്തുമ്പോൾ പോലും തനിക്ക് ലഭിക്കുന്ന ഏതാനും മിനിറ്റുകൾ കൊണ്ട് അദ്ദേഹത്തിന് തിയേറ്ററുകളിൽ സ്വന്തമായൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. 50ലധികം ശ്രദ്ധേയമായ സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹം ഒടുവിലായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത് 2015 പുറത്തിറങ്ങിയ ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന ചിത്രത്തിലാണ്. സിനിമയിൽ മാത്രമല്ല, മലയാളത്തിലെ പ്രമുഖ മിനി സ്ക്രീൻ പരമ്പരകളിലും അദ്ദേഹം സജീവമായിരുന്നു. കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കാരണവരായോ കുടുംബനാഥനായോ ഒക്കെ അദ്ദേഹം നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് കടന്നു വന്നു. ലളിതമായ ജീവിത രീതി കൊണ്ടും എല്ലാവരോടുമുള്ള നല്ല പെരുമാറ്റം കൊണ്ടും സഹപ്രവർത്തകർക്കിടയിലും അദ്ദേഹം എന്നും പ്രിയങ്കരനായിരുന്നു. തൻ്റെ അഭിനയ ജീവിതത്തിലൂടെ മലയാള സിനിമയിൽ സ്വന്തമായൊരിടം പതിപ്പിച്ചാണ് രാജശേഖരൻ യാത്രയാകുന്നത്. ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും ആയിരക്കണക്കിന് സിനിമാ പ്രേമികളുമാണ് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിലൂടെ അനുശോചനം രേഖപ്പെടുത്തുന്നത്. മലയാള സിനിമയിലെ ആ നല്ല കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക.